ബഹുമാന്യരായ സംഘടനാ നേതാക്കളെ, ഇവിടെ പങ്കെടുത്തിട്ടുള്ള സഹോദര സഹോദരിമാരെ, ലോകം വളരെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം അധോഗതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 2-3 രാഷ്ട്രങ്ങൾ ഈ അടുത്ത സമയത്ത് പുരുഷന് വിവാഹം ചെയ്യുക എന്നതിനെ അംഗീകരിച്ചിരുന്നു. ഇത്രമാത്രം പുരോഗമിച്ച ഈ കാലത്താണ് ഈ പുരോഗമനം. അപ്പൊ അതാണ് പറഞ്ഞത് അധോഗതിയിലേക്ക് പോകുന്നത്. വാസ്തവത്തിൽ വിവാഹം വരുന്നത് വളരെയൊന്നും തല്ലിക്കൂട്ടേണ്ട പ്രശ്നമല്ല. വിവിധ മതങ്ങളിൽ എല്ലാത്തിലും തന്നെ വിവാഹം വളരെ ലളിതമുള്ളതാണ്. ഈ ലോകം തന്നെ ഉണ്ടായത് മാനവന് വേണ്ടിയാണ്, മനുഷ്യന് വേണ്ടിയാണ്. മനുഷ്യ സമൂഹത്തിന്റെ ഏറ്റവും അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആദ്യത്തെ മനുഷ്യനായ ആദം നബി വന്നത് തന്നെ നമ്മുടെ ഈ രാജ്യത്താണ്. അതുകൊണ്ടായിരിക്കണം അല്ലാമ ഇഖ്ബാൽ പാടിയത് സാരേ ജഹാൻ സെ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര. ലോകത്തെ ഏറ്റവും നല്ല രാജ്യമാണ് ഈ ഹിന്ദുസ്ഥാൻ. ഹിന്ദു എന്ന് പറഞ്ഞൊരു മതത്തിന്റെ പേരല്ല. സിന്ധു സംസ്കാരങ്ങളുടെ വിളനിലമായതുകൊണ്ട് പേർഷ്യൻ ഭാഷയിൽ ഹ എന്ന അക്ഷരമാണ് ഷാ ഇല്ലാത്തത് കൊണ്ട് ഹിന്ദുവായി തീർന്നതാണ്. മതം ഒന്നേ ഉള്ളൂ, അതിന് അറബി ഭാഷയിലുള്ള പേര് ഇസ്ലാം എന്നാണ്. അതുകൊണ്ട് മുമ്പ് ജീവിച്ചിരുന്ന രാമനോ കൃഷ്ണനോ മുസ്ലിം അല്ല എന്ന് ഞാൻ പറയുകയില്ല, മുസ്ലിം ആണെന്നും പറയുക. ഇതാണ് ഇസ്ലാമിന്റെ ഈ വിഷയത്തിലുള്ള കാഴ്ചപ്പാട്. ആദ്യത്തെ മനുഷ്യനായ ആദമിനെ സിലോണിലൊരു പർവ്വതത്തിന്റെ മുകളിലാണ് ഇറക്കിയത്, മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു. രണ്ടാമത് പിന്നെ ഉണ്ടാവുന്നത് വല്ലതീ ഖലഖ മിനൽ മാഇ ബശറ വജഅലഹു നസബൻ വസൈറ വകാന റബ്ബുക ഖദീറ എന്ന് ഖുർആൻ പറയും. ഗോപിമണി എന്ന് പറഞ്ഞൊരു ശാസ്ത്രജ്ഞനുണ്ട് അങ്ങ് കൊല്ലത്തിനടുത്ത്. അദ്ദേഹം ഈ അടുത്ത കാലത്ത് ഒരു പുസ്തകം എഴുതി, ആകാശങ്ങൾക്കും അപ്പുറം. ആ പുസ്തകത്തിന്റെ അവസാനത്തെ ഖണ്ഡികയിൽ ഗോപിമണി പറയുകയാണ്, ശാസ്ത്രം പുരോഗമിച്ച് മതത്തിലേക്ക് എത്തിയിരിക്കുന്നു. ശാസ്ത്രം എന്താണ് പറഞ്ഞത് എന്ന് നമ്മുടെ ഇന്ത്യയുടെ 2ാമത്തെ പ്രസിഡന്റ് എസ് രാധാകൃഷ്ണൻ ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ റിലീജിയൻ എന്ന അദ്ദേഹത്തിന്റെ ഒരു കൊച്ചു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതിനെ നമ്മളെ എറണാകുളം അമ്പാട്ട് ഇക്കാവു അമ്മ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തും. ഞാൻ അത് വായിച്ചിട്ടുണ്ട്. എനിക്ക് ഇംഗ്ലീഷ് അറിഞ്ഞൂടാ, മലയാളം അറിയാവൂ. അപ്പൊ അതിലാ ഇക്കാവു അമ്മ പറഞ്ഞിട്ടുള്ളത്, ശാസ്ത്രത്തിന് എന്തുകൊണ്ട് എന്നറിഞ്ഞുകൂടാ, എങ്ങനെ ഇവിടെ നടക്കുന്നു എന്ന് മാത്രമേ അറിഞ്ഞുകൂടൂ. എന്തുകൊണ്ട് അങ്ങനെ ആയി എന്ന് ശാസ്ത്രത്തിന് അറിഞ്ഞുകൂടാ. അപ്പൊ ഇവിടെ ഭൂമി, ഈ ആകാശം, നക്ഷത്രങ്ങൾ, ഈ മണ്ഡലങ്ങളൊക്കെ ഉണ്ട് എന്നറിയാം, എന്തുകൊണ്ടുണ്ടായി എന്നറിഞ്ഞുകൂടാ. അവിടെ സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ കൊല്ലം ലണ്ടനിൽ വെച്ച് മരിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞൻ. പക്ഷെ വീൽ ചെയറിലാണ് നടക്കുന്നതെങ്കിലും ബുദ്ധിക്ക് വിമർശനമൊന്നുമില്ല, അംഗവൈകല്യം വന്നിട്ടുള്ള ആളായി. ആ സ്റ്റീഫൻ ഹോക്കിംഗ് പറയുന്നത് ഈ പ്രപഞ്ചം ഉണ്ടായതിന്റെ പിന്നിൽ വളരെ ബുദ്ധിപരമായ ഒരു ശക്തി പ്രവർത്തിച്ചിട്ടുണ്ട്. അല്ല യാദൃച്ഛികമായ ഒരു ബിഗ് ബാങ് തിയറി ഒന്നുമല്ല. ആ ബിഗ് ബാങ് പെട്ടെന്ന് ഉണ്ടാവുക എന്നുള്ളത് തന്നെ ഖുർആന്റെ ശൈലിയാണ്. അതും ശാസ്ത്രം ഖുർആനിൽ കണ്ടുപിടിച്ചതാണ്. ഒരു സാധനം ശൂന്യതയിൽ നിന്ന് ഉണ്ടാകുമ്പോൾ ഒരു സ്ഫോടനമാണല്ലോ, പിന്നെ അത് പരമ്പരയായി ഒന്നിൽ നിന്നൊന്നുണ്ടാകും. അങ്ങനെ ഉണ്ടായി എത്രയോ 1000 വർഷങ്ങൾ കഴിഞ്ഞാണ് അവസാനം ഈ സൃഷ്ടിജാലങ്ങളുടെ അവസാനത്തെ കണ്ണിയായി മനുഷ്യനുണ്ടാകുന്നത്. ആ മനുഷ്യനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു, അതാണ് ആദം. അത് അദ്ദേഹം ആദ്യം വന്നത് നമ്മുടെ ഇന്ത്യയിലാണ്, അത് സിലോണിൽ. ആ സിലോൺ എന്നാണ് ചരിത്ര ഗ്രന്ഥങ്ങളിലുള്ളത്. സിലോൺ ഇന്ത്യയിൽപ്പെട്ടതാണ്. ഹൈന്ദവം പണ്ഡിതന്മാർ എന്ത് പറയുന്നു എന്ന് നിങ്ങൾ അറിയണമെങ്കിൽ സുകുമാർ അഴീക്കോടിന്റെ തത്വമസി ഒന്ന് വായിക്കണം. രണ്ടാമത് നിങ്ങൾ വായിക്കേണ്ടത് തത്വമസിയുടെ ഗുരുനാഥൻ, അഴീക്കോടിന്റെ ഗുരുനാഥൻ ഉണ്ട് കണ്ണൂര്. അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ വായിക്കണം. മാതൃഭൂമി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 10-600 രൂപ കൊടുക്കണം. ആ പുസ്തകം ഒന്ന് വായിക്കണം. അപ്പോഴാണ് എന്താണ് ഹിന്ദുമതം എന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ നമുക്ക് തോന്നും ആദ്യമായിട്ട് ഇന്ത്യയിൽ വന്നിട്ടുള്ള മതം ഇസ്ലാം മതം തന്നെ.
അത് ഹിന്ദുമതം എന്ന് പറഞ്ഞാലും വേണ്ടില്ല, എന്ത് മതം എന്ന് പറഞ്ഞാലും വേണ്ടില്ല. ആ ആദ്യത്തെ മുസ്ലിം ആദം നബിയാണ്. അദ്ദേഹം 10 തലമുറകളോളം 1000ഓളം വർഷയോട് ജീവിച്ചിട്ടുണ്ട്. അതെല്ലാം ദൈവത്തിന്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ടാണ്. ആ ദൈവത്തിന്റെ നിയമങ്ങളെ വിശദീകരിക്കാൻ ഇപ്പോൾ ഇവിടെ സമയമില്ല. അതിൽ പ്രകൃതി നിയമത്തോട് വളരെ യോജിച്ചിട്ടുള്ള ഒരു നിയമമാണ് വിവാഹം. ആദമിനെ സൃഷ്ടിച്ച് ആദ്യമായി രണ്ടാമത് അദ്ദേഹത്തിൽ നിന്ന് ഇണയെയും സൃഷ്ടിച്ചു. കണ്ട മാത്രയിൽ തന്നെ ആദം അദ്ദേഹത്തിന് ആ ഇണയെ പിടിക്കാൻ കൈനീട്ടുകയാണ് ചെയ്തത്. അപ്പോൾ ദൈവം ആദമിനോട് പറഞ്ഞു, പിടിക്കല്ലേ, സ്പർശിക്കരുത്, അതിന്റെ മൂല്യം നൽകണം, വിവാഹത്തിന്റെ മൂല്യം നൽകണം. എന്താണ് ആ മൂല്യം? അത് അന്ത്യപ്രവാചകന്റെ മേൽ പ്രാർത്ഥന നടത്തുക. അങ്ങനെ 10 സലാത്തുകൾ ചൊല്ലിക്കൊണ്ടാണ് മൂല്യം. ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുമ്പോൾ ഭർത്താവ് അങ്ങോട്ട് മൂല്യം നൽകാതെ സ്ത്രീയിൽ നിന്നും ഒരു പൈസ ഇങ്ങോട്ട് വാങ്ങാൻ യാതൊരു അധികാരവും പുരുഷനില്ല. ഇന്ന് പരിഷ്കരിച്ചിട്ട് 100 പവൻ വേണമെന്ന് ആദ്യം തന്നെ പറയാം പെണ്ണിന്. ഇന്ന് 70-80 രൂപയിട്ടുണ്ട് പണി കൂലിയോട് കൊടുക്കും പവന്. എങ്ങനെയാണ് ഈ 100ഉം 50ഉം പവൻ കൊടുക്കുന്നത്? ഇങ്ങനെ പെണ്ണിന്റെ സ്വത്ത് മേടിച്ച് ജീവിക്കണം എന്നുള്ള തത്വത്തിൽ നടക്കുന്ന കുറെ ചെറുപ്പക്കാരാണ് പുറത്തുള്ളത്. പരിഷ്കരിച്ച് അങ്ങനെയായിരുന്നു. അത് നോക്കിട്ട് പുരുഷന് വിവാഹം ചെയ്യണം, പെണ്ണിനെ വിവാഹം ചെയ്യണം എന്ന പദ്ധതിയിലേക്ക് വന്നിരിക്കുന്നു. ഇതൊക്കെ വികലമായ തത്വശാസ്ത്രങ്ങളാണ്. യഥാർത്ഥ തത്വശാസ്ത്രം അള്ളാഹു അവന്റെ പ്രവാചകന്മാരിൽ കൂടി ലോകത്തിലേക്ക് അവതരിച്ചു കൊടുത്തതാണ്. ആദം മുതൽക്ക് 1,24,000 പ്രവാചകന്മാർ ഒരു പക്ഷേ ആ കൂട്ടത്തിൽ പെട്ടതായിരിക്കാം. പണ്ട് ഭാരതത്തിൽ കണ്ടു വന്നിരുന്ന നമ്മൾ മഹാമനീഷികളായ മഹർഷിമാരായി പറയുന്നവർ, അവരെ ചരിത്രം നമുക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഈ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയം നീണ്ടുപോയി, ഞാൻ ചുരുക്കുകയാണ്. ഏതായാലും ഇവിടെ ജാതി മത വ്യത്യാസമില്ല വിവാഹം കഴിക്കുകയാണെങ്കിലും നാം പരിഗണിക്കേണ്ടുന്ന ഒരു പ്രധാന പ്രശ്നമുണ്ട്. പുരുഷൻ സ്ത്രീയെ ആയിരിക്കണം വിവാഹം കഴിക്കേണ്ടത്. അതോടൊപ്പം അവർ രണ്ടുപേരുടെയും മതം ഒന്നായിരിക്കണം, മിശ്രവിവാഹമാകരുത്. ഈ 2 കാര്യങ്ങൾ എന്ത് ചെയ്യണം? പരിഗണിക്കണം. ഒരു ഹിന്ദു യുവതിയെ വിവാഹം കഴിക്കണം, ക്രൈസ്തവൻ ക്രിസ്തവ യുവതിയെ വിവാഹം കഴിക്കണം, മുസ്ലിം യുവതിയെ വിവാഹം കഴിക്കണം. എന്നാൽ മാത്രമേ അവർ സംസ്കാരം യോജിച്ച് മുന്നേറാനും അവരിൽ നിന്ന് വരുന്ന തലമുറയെ ആ സംസ്കാരത്തിന്റെ അടിമകളായി വളർത്തിയെടുക്കാനും സാധിക്കുകയുള്ളൂ. അതല്ലെങ്കിൽ ആ തലമുറ നഷ്ടപ്പെട്ടു പോകലാണ്. നോക്കൂ, ഇപ്പൊ ശാസ്ത്രീയമായ പുരോഗമിച്ച് പുരുഷന്മാർ വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞ രാഷ്ട്രങ്ങളുടെ സ്ഥിതി, എല്ലാവരും അങ്ങനെ വിവാഹം കഴിക്കാൻ വെച്ചു എന്ന് വയ്ക്കുക. പുരുഷനെ വിവാഹം ചെയ്തു. 100 കൊല്ലം കഴിഞ്ഞ അവിടെ ഈ ലോകത്ത് മനുഷ്യരുണ്ടാകുമോ? ഒരൊറ്റ മനുഷ്യനുണ്ടാകും. അപ്പൊ മാനവകുലത്തിന്റെ നശീകരണത്തിന് ഉപകരിക്കുന്ന നിയമമാണ് ആധുനിക രാഷ്ട്രങ്ങൾ നിയമമാക്കിക്കൊണ്ടിരിക്കുന്നത്. മതത്തിന്റെ അലംഘനീയമായ നിയമങ്ങൾക്ക് വിധേയമായിട്ടായിരിക്കണം ഇവിടെ വിവാഹം. ശരിയായ ഹൈന്ദവ വിവാഹവും ശരിയായ ക്രൈസ്തവ വിവാഹവും എല്ലാം ഇസ്ലാം അംഗീകരിക്കുന്നു എന്നാണ്. പക്ഷെ അവരുടേതായ മതചട്ടനുസരിച്ചുള്ള വിവാഹങ്ങളായിരിക്കണം. ഒന്നുകിൽ സ്വയംവരമായിരിക്കാം, അല്ലെങ്കിൽ പാണിഗ്രഹണമായിരിക്കാം, അല്ലെങ്കിൽ പുടവ നൽകലായിരിക്കാം, അല്ലെങ്കിൽ താലികെട്ടായിരിക്കാം, അതല്ലെങ്കിൽ മറ്റു വല്ല ചടങ്ങുകളുമായിരിക്കും. ഞാൻ ഈ പറഞ്ഞത് വിവാഹം അത്ര ലളിത സുന്ദരമായ ഒന്നാണ്. ആ കൂട്ടത്തിൽ നിന്ന് ഇപ്പോൾ ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ്, ഒരു സ്ത്രീയെ കുറെ പുരുഷന്മാർ വിവാഹം കഴിക്കാൻ പാടില്ല. ഒരു സ്ത്രീയെ ഒരു പുരുഷന് പല വിവാഹമാകാം. 8 ഭാര്യമാരുണ്ടായിരുന്നു കൃഷ്ണന്. 16,008 എന്നൊക്കെ അലങ്കാരികമായി പറയും ഗോപികമാരെ പറ്റി. അതൊന്നും യഥാർത്ഥ ഭാര്യമാരല്ല. 8 ഭാര്യമാരാ കൃഷ്ണനുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ ഇസ്ലാമിന്റെ നിയമത്തിൽ ഒരാൾക്ക് 4 ഭാര്യമാരിൽ കൂടുതൽ ഒരിക്കലും ഒരേ അവസരത്തിൽ പാടില്ല. അതേ സമയത്ത് ഒരു സ്ത്രീക്ക് 1-ൽ കൂടുതൽ ഭർത്താക്കന്മാർ ഒരിക്കലും പാടില്ല. അങ്ങനെ ഉണ്ടായാൽ കുട്ടിയുടെ അച്ഛനാണെന്ന് പറയാം. അച്ഛനെ തിരിയുണ്ട്. 4 ഭർത്താക്കന്മാർ കൂടി ഒരു പെണ്ണിനെ കെട്ടിയ പെണ്ണു ചോദിച്ചു, ഈ കുട്ടിയുടെ അച്ഛൻ ഏതാ, ഈ 4 ആരാണെന്ന് പറയുന്നു. അപ്പൊ അതുകൊണ്ട് മതത്തിന്റെ നിയമമാണ് ശരിയായിട്ടുള്ളത്. ആ മതത്തിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ക്രൈസ്തവ യഹൂദ മുസ്ലിം വിവാഹങ്ങളെ ഒക്കെ ഇസ്ലാം അംഗീകരിച്ചിരിക്കുകയാണ്. ആ നിലയിൽ ജനങ്ങളെ കണ്ടെത്താൻ ഈ സംഘടന ഉണ്ടാകുന്നതിന് മുമ്പും അംഗവൈകല്യമുള്ള ഒരു സ്ത്രീക്ക് ഭർത്താവിനെ കിട്ടാത്ത ഒരവസ്ഥ ഉണ്ടായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. ഞാൻ ഈ നാട്ടിൽ വന്നിട്ട് എൻ്റെ ചെറുപ്പളശ്ശേരിയാണ് എൻ്റെ രാജ്യം. ഈ പള്ളിയിൽ ജോലിയായിട്ട് 61 വർഷമായി. അത് ഈ ഒരേ പള്ളിയിൽ, വേറെ പള്ളിയിലൊന്നും ഞാൻ ജോലി ചെയ്തിട്ടില്ല. ഈ 63 കൊല്ലത്തിൽ 50 വർഷം മുമ്പേ ഞാൻ കാണുന്ന ഒരു സംഭവമുണ്ട്.
ഞാൻ നോക്കി നിൽക്കപ്പോഴും എത്ര വൈകല്യമുള്ള കുഷ്ഠരോഗിയായ ഒരു വണ്ടിയിൽ ഇങ്ങനെ മാത്രം ഇരിക്കാൻ പറ്റുന്ന ഒരു പുരുഷനെ ഒരു സുന്ദരിയായ പെണ്ണ് തള്ളിക്കൊണ്ടുപോകും. എന്നിട്ട് യാചിച്ച് കിട്ടുന്നത് കൊണ്ട് അയാൾ നാട്ടിൽ കൊടുക്കുകയും ജീവിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഞാൻ വിചാരിക്കും ഈ സ്ത്രീ ഈ പുരുഷനെ കൊണ്ട് എങ്ങനെ തൃപ്തിപ്പെട്ടു എന്ന് ഞാൻ സുഖത്തോടു കൂടെ നോക്കി നിന്നു. അപ്പൊ ഇവിടെ ഒരു ഇണകിട്ടാൻ നല്ല പ്രയാസം, അതൊന്ന് ഇണക്കി കൊടുക്കാൻ ഒരു ആവശ്യമുണ്ട്. അതുകൊണ്ട് അതിന് വളരെ യോജിച്ച പേരാണ് തണൽ വൃക്ഷം എന്നുള്ളത്. തണൽ വൃക്ഷം തന്നെ എല്ലാവർക്കും തണലേ വേണമല്ലോ, അതല്ലേ തണൽ വൃക്ഷത്തിന്റെ സ്വഭാവം. എന്നതുപോലെ ഈ സംഘടന മുസ്ലിം, ക്രൈസ്തവ, ഹൈന്ദവ വ്യത്യാസമില്ലാതെ അംഗവൈകല്യമുള്ള ദമ്പതിമാരെ കൂട്ടിയിണക്കി ഭാവി ജീവിതത്തിന് കൂടുംഭാവും നൽകാൻ സഹായിക്കുന്ന ഒരു സംഘടനയാണ്. അത് മതപരമായ വീക്ഷണത്തിന് വളരെ പുണ്യകരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് അതിന്റെ സംഘാടകർക്ക് അധികം എല്ലാ ഭാവുകളും ഞാൻ നേരുകയും ഇതിൽ ഭാഗമാക്കാവുന്ന നിങ്ങളെല്ലാം അതിലേക്ക് സ്വാഗതം ചെയ്യുകയും നമ്മുടെ ഈ പ്രവർത്തനത്തെ സൽക്കർമ്മമായി പ്രപഞ്ചനാഥൻ സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.